തേയിലച്ചെരുവുകൾ അതിരുപങ്കിടുന്ന ആനയിറങ്കലിന്റെ വശ്യസൗന്ദര്യം ഇടുക്കിയിലെ മനോഹര കാഴ്ചകളിലൊന്നാണ്. കത്തുന്ന വേനൽ ചൂടിലും നിറഞ്ഞുകിടക്കുന്ന ജലസംഭരണി. പന്നിയാർപ്പുഴയുടെ ഉത്ഭവമേഖലയിൽ നിർമ്മിച്ചിരിക്കുന്ന അണക്കെട്ടിന്റെ ഒരു ഭാഗത്ത് മതികെട്ടാൻചോല വനമേഖലയാണ്. കാടും തേയിലച്ചെരുവുകളും ആസ്വദിച്ചുള്ള ആനയിറങ്കൽ കാഴ്ചകൾ സഞ്ചാരികൾക്കെന്നും ആവേശമാണ്. 1967 റിപ്പബ്ലിക് ദിനത്തിലാണ് ആനയിറങ്കൽ ഡാം കമ്മീഷൻ ചെയ്തത്. സംസ്ഥാനത്തെ മറ്റ് ഡാമുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് ഈ ജലാശയം. പശമണ്ണ് കുഴച്ച് നിർമ്മിച്ച തടയണയിൽ കരിങ്കൽപ്പാളികൾ പതിപ്പിച്ചാണ് ഡാം ഒരുക്കിയിരിക്കുന്നത്. മറ്റ് അണക്കെട്ടുകൾ ജലസമൃദ്ധമാകുന്ന കാലവർഷത്തിൽ അധികം വെള്ളം ഇവിടെ ഉണ്ടാവാറില്ല. കാലവർഷപ്പെരുമഴയിൽ ഇടുക്കിയിൽ 2 അടി വരെ വെള്ളം ഉയരുമ്പോൾ ആനയിറങ്കലിൽ പരമാവധി 20 സെൻറ്റിമീറ്ററാണ് ജലനിരപ്പ് ഉയരുക. തുലാമഴയിലാണ് അണക്കെട്ട് ജലസമൃദ്ധമാകുന്നത്. തമിഴ്നാട് അതിർത്തിയോട് ചേർന്നുള്ള മലകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ചെറു അരുവികൾ അണക്കെട്ടിനെ ജലസമൃദ്ധമാക്കുന്നു. ഇത് മഴക്കാലത്ത് വെള്ളം പറ്റിക്കിടക്കുകയും വേനൊക്കെ നിറഞ്ഞൊഴുകുകയും ചെയ്യുന്ന ഒരു ഡാമാണ് ആനയിറങ്കൽ ഡാം. ഇത് നമ്മുടെ ജൂൺ മാസം വരെ, മാർച്ച് മാസം മുതൽ ജൂൺ മാസം വരെ തുറന്നു കൊടുത്ത് പൊന്മുടി ഡാമിലേക്കും കുത്തങ്കൽ ഡാമിലേക്കും അതുപോലെ ആഡിറ്റ് 1, ആഡിറ്റ് 2 ഉൾപ്പെടെയുള്ള ഡാമുകളിലേക്ക് ഈ വെള്ളം ചെന്ന് കറണ്ട് ഉൽപ്പാദിപ്പിച്ച് നമ്മുടെ അറബിക്കടലിൽ ചെന്ന് ചേരുന്ന ഒരു ഡാമാണ് ആനയിറങ്കൽ ഡാം. ഈ വെള്ളം കൊണ്ട് പ്രയോജനപ്പെടുത്തുന്ന ഒരുപാട് സ്ഥലത്ത് KICBയെ സംബന്ധിച്ചിടത്തോളം വെള്ളം കറണ്ട് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് കേരളത്തിലെ ഒരു സ്റ്റോറേജാണ്. മറ്റുള്ള ഡാമുകൾക്ക് വെള്ളം കൊടുക്കുന്ന സ്റ്റോറേജ് ആയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ മാർച്ച് മാസം, ഈ മാസം ആദ്യം തന്നെ ഇത് നമ്മുടെ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ്റെ അനുമതി കിട്ടുന്ന മുറയ്ക്ക് ഡാം തുറന്നു കൊടുത്ത് പൊന്മുടി ഡാമിലേക്കും കുത്തങ്കൽ ഡാമിലേക്കും കറണ്ട് ഉൽപ്പാദിപ്പിക്കാനായിട്ട് ജലസേചനം കൊടുക്കാനുള്ള നടപടി ആരംഭിച്ചിരിക്കുകയാണ്. പന്നിയാർ ജലവൈദ്യുത പദ്ധതിയുടെ സഹായ അണക്കെട്ടാണ് ആനയിറങ്കൽ. പൊന്മുടി ഡാമിലെ ജലനിരപ്പ് താഴുന്നതോടെ പന്നിയാർ പവർ ഹൗസിൽ നിന്നുള്ള വൈദ്യുതി ഉൽപ്പാദനം സുഗമമായി തുടരുന്നതിനാണ് വേനൽക്കാലത്ത് ആനയിറങ്കൽ തുറന്നുവിടുന്നത്. ദിവസേന 10 ലക്ഷം ക്യൂബിക് മീറ്റർ വെള്ളമാണ് പൊന്മുടിയിലേക്ക് ഒഴുകുന്നത്. ഡാം തുറന്നതോടെ പന്നിയാർപ്പുഴയും ജലസമൃദ്ധമായി. സി മലയാളം ന്യൂസ്, ഇടുക്കി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.